ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചേച്ചിമ്മ പറഞ്ഞതനുസരിച്ച് സാഗർ ഒരു സൗകര്യവും ഇല്ലാതെ തന്നെ ആ കാര്യത്തിന് മുതിരാട്ടോ. കൃഷിൻ്റെയും മാനസയുടെയും വിവാഹം നമുക്ക് നടത്താം, എത്രയും പെട്ടെന്ന് തന്നെ അതിന് നമുക്ക് ഒരുങ്ങാം ആൻറ്റിയമ്മ എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്, സുജുവിനും ഒക്കെ. അപ്പോഴത്തേനും ആൻറ്റിയമ്മ പോയിട്ട് ഹേമയോടും മാനസയോടും പറയുന്നുണ്ട്, എന്തായാലും എല്ലാം കൊണ്ട് ശരിയാവുകയാണ്. ഇനി കല്യാണ നാടുകളാണ് വരാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാ നാളെ പോയിട്ട് ഡേറ്റ് ഉറപ്പിക്കും എന്ന രീതിയിലൊക്കെ സത്യം പറയുന്നത്. സത്യം തന്നെയാണ് ഈ പെണ്ണെ, നിൻ്റെ കല്യാണമാണ് കൃഷിയായിട്ടുള്ളത് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൺമണിയെ തന്നെയാണ് കേട്ടോ. ഗോകുൽ വന്നിട്ട് അപ്പയ്ക്ക് എന്താ പ്രശ്നം, എന്തിനെങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും, മോനെ എന്ത് ചെയ്യാനാണ്, എനിക്ക് കൃഷി സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയേ പറ്റുള്ളൂ. ഇനി മാനസിയായിരിക്കും കൃഷ്ണൻ്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട്. സാഗർ സാർ പറഞ്ഞതനുസരിച്ചെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പയ്ക്ക് ഈ മാല പൊട്ടിച്ചെറിയാൻ സാധിക്കുമോ, ഈ താലിമാല എന്ന് ചോദിക്കുന്നുണ്ട്. കൺമണിക്ക് ഒരിക്കലും തന്നെ ആ താലിമാല പൊട്ടിച്ചെറിയാൻ സാധിക്കില്ല കേട്ടോ. അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും കൃഷിനെയും നമ്മുടെ മഹിയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോഴത്തേനും അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ, മാനസ വിവാഹം കഴിക്കണം എന്നുള്ളത് ഇതിനാടാ പറയുന്നത്, എന്നിട്ട് ഇടയിൽ കയറുക എന്നൊക്കെ പറയില്ലേ. കൺമണി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു, എന്തൊക്കെ ചെയ്തു, എന്നിട്ടും അവളോടൊരു തരി സ്നേഹം പോലില്ലേ അവൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. എടാ, ആരെതിർത്താലും ഇനിയിപ്പോൾ അച്ഛനോ അമ്മയോ ആരായിക്കോട്ടെ, ഞാൻ കൺമണി തന്നെ വിവാഹം കഴിക്കുള്ളൂ, മാനസയ്ക്ക് ഒരു ജീവിതം ഞാൻ കൊടുക്കില്ല എന്ന രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കാട്ടോ കൃഷി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്. എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക്